അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ജസ്നാസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ധാബ സ്റ്റൈൽ എഗ് മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പറാണ്. നിങ്ങൾക്ക് തോന്നും ഞാനിത് വെറുതെ പറയണമെന്ന്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറികളിൽ നിന്ന് ഇതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ പത്തിരി, ഇടിയപ്പം, പൊറോട്ട, ഞാൻ റൊട്ടി, ഈവൻ നമ്മുടെ സാധാരണ ബസ്മതി റൈസ് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ പോലെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു എഗ് മസാല. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കണം. ഞാനിപ്പോൾ ഒരു 4 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വെക്കണം. ഇതങ്ങനെ മാരിനേറ്റ് ചെയ്തൊന്നും വെക്കണ്ട കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി നമ്മൾ സവോളയൊക്കെ വാടുന്ന ഒരു സമയം അതവിടെ ഇരുന്നോട്ടെ. അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഇനി 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ എടുത്തു വെക്കണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 6 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി വട്ടത്തിലരിഞ്ഞ് വെക്കുക. 2 മീഡിയം സൈസുള്ള തക്കാളി നമ്മൾ എടുത്തു വെക്കണം. നമ്മൾ എടുത്തു വെച്ച തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പ്യൂരിയാക്കിയിട്ട് എടുക്കണം. അതായത് നന്നായിട്ട് അടിച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നല്ല പോലെ പേസ്റ്റാക്കിയിട്ട് ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം, അതായത് എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലോ അതുപോലെയുള്ള ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ മസാല പരട്ടി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ മുട്ടയുടെ പുറം ഭാഗത്തൊക്കെ മസാലയൊക്കെ ഒന്ന് കോട്ടായിട്ട് പിടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുട്ടകളെല്ലാം പാകമായി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടകളെല്ലാം എടുത്തു മാറ്റി ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പൊതുവേ ധാബ സ്റ്റൈൽ കറികളിലൊക്കെ കുറച്ച് ഓയിൽ കൂടുതലായിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് കുറച്ചും കൂടി എണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. നമ്മൾ ചേർത്തിട്ടുള്ള ജീരകവും ഉണക്കമുളകും നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതാക്കി എറിഞ്ഞിട്ടുള്ള ആ സവോള ഇട്ട് കൊടുക്കുക. സവോള ഇളക്കി നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റായിട്ട്, അതായത് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് ഇവിടെ കിടന്ന് വാടട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് 2 പേസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മുട്ട മസാല പറ്റി വെച്ചിട്ടുള്ള പാത്രമാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല. ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് വെക്കുക. വല്ലാതെ അധികം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് ലൂസ് ഇതിലേക്ക് ആക്കരുത്. ഇതുപോലെ ഒരു കുഴമ്പ് പരുവത്തിൽ വേണം ആക്കി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതെ, ഞാൻ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കടലമാവ് കൊണ്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂൺ നിറയെ 1 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സാക്കണം. തീരെ കട്ടയില്ലാതെ ഇത്തിരി ലൂസായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കടലമാവിൻ്റെ ഈ ഒരു മിക്സ്ചർ നമുക്ക് തയ്യാറാക്കി വെക്കാം. നമ്മുടെ സവോളയൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഇപ്പം മുരിച്ചെടുക്കണ്ട കേട്ടോ. ആ ഒരു പച്ചമണമൊക്കെ വാടി മാറി വരണം. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി എണ്ണ തെളിഞ്ഞിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നു. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ പൊടികളുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ആ പൊടികൾ കുഴച്ച് വെച്ച ആ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ അതും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം നമ്മൾ അധികം വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു വെക്കരുതെന്ന്. അപ്പോൾ ആ വെള്ളവും ഈ വെള്ളവും കൂടിയിട്ട് നമ്മൾ ആദ്യമേ കുറച്ചധികം വെള്ളവും പിന്നെ ഇപ്പോഴും വെള്ളം കൂടി ചേർക്കുമ്പോൾ വല്ലാതെ അങ്ങ് കൂടിപ്പോവും. നമുക്ക് ഈ പൊടികളൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് വെന്തതിന് ശേഷം നന്നായിട്ട് മുരിഞ്ഞ് എണ്ണ തെളിഞ്ഞിട്ട് വരണം. അപ്പോൾ അതെ നമ്മുടെ പൊടികളൊക്കെ മുരിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവിൻ്റെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കടലമാവിൻ്റെ ഒക്കെ പച്ചമണം മാറി ഈ കടലമാവൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്തിരി ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പുറത്തേക്ക് വന്നു തുടങ്ങിക്കോളും. അപ്പോൾ അതെ നമ്മുടെ കടലമാവൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഞാനൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ്. നമ്മൾ കടലമാവ് നന്നായി മൂപ്പിച്ചെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പച്ചമണം നിൽക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ ഒരു പേസ്റ്റും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കാം. തക്കാളിയുടെ പേസ്റ്റ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ കടലമാവ് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം എന്തെങ്കിലും മൂപ്പ് കുറവ് കടലമാവിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ചേർത്തതിന് ശേഷം അതും കൂടി ചേർന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അത് പാകമായിക്കോളും. അതിനുശേഷം നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വീണ്ടും എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മുന്നേ ചേർക്കണമെന്നുണ്ടെങ്കിൽ മുൻപേ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അതായത് നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. തണുത്ത വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മുരിഞ്ഞ മസാലയും ആ തണുത്ത വെള്ളം കൂടി മിക്സ് ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ പോവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കണം. അപ്പോഴാണ് അതിൻ്റെ മേലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതെ ഇപ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല യമ്മി ആയിട്ടുള്ളൊരു കറിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി യമ്മി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള ധാബ സ്റ്റൈൽ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.